ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർ ലൂപ്പിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെയിൽ ലൂപ്പിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഫോർ ലൂപ്പ് നമുക്കറിയാം, അതൊരു ഐട്രേറ്റിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഒന്നിലധികം പ്രാവശ്യം നമുക്കത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. സോ ആ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഫോർ ലൂപ്പിനെ പറ്റി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ ഓരോ ഐറ്റത്തിനെയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓരോരോ ഐറ്റത്തിലൂടെ കടന്നു പോകാനും പറ്റും. അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്, ഒന്നിലധികം പ്രാവശ്യം ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലിസ്റ്റിൻ്റെ അകത്തുള്ള എലമെൻസിനെ ആക്സസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിലധികം പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഐഡിയ കിട്ടും എന്താണ് ആക്ച്വലി ഫോർ ലൂപ്പ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റിൽ തന്നെ പോകാം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ ഒരു ലിസ്റ്റ് എഴുതുവാണ്. ഞാൻ ജസ്റ്റ് ഫ്രൂട്ട്സ് എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ആക്ച്വലി ആപ്പിൾ, ഓറഞ്ച് ആൻഡ് ദെൻ മാംഗോ, ഇങ്ങനെ ഒരു 3 ഫ്രൂട്ട്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആക്ച്വലി എന്ത് ചെയ്യുന്നു, ഫോർ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ലിസ്റ്റിൻ്റെ അകത്തുള്ള ഓരോ ഐറ്റത്തിന് വീതം ഞാൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, വളരെ സിമ്പിളാണ്. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫോർ എന്ന് പറഞ്ഞ കീവേഡ് എഴുതുന്നു. അപ്പോൾ ഈ കീവേഡിന് ശേഷം ഞാൻ അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു വേരിയബിൾ, കാര്യം നമ്മൾ ഈ ലിസ്റ്റിൻ്റെ അകത്തുനിന്ന് ഓരോ എലമെൻറ്റിനെയും ഒരു വേരിയബിളിൻ്റെ അകത്തോട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അതിനുശേഷമായിരിക്കും നമ്മളൊരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത ഐറ്റത്തിന് ആ ലിസ്റ്റിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നെയും ഫോർ ലൂപ്പ് എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്തിട്ട് അടുത്ത ഒരു എലമെൻറ്റിന് അല്ലെങ്കിൽ ഒരു ഐറ്റത്തിന് എടുക്കുന്നു. ആൻഡ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഞാനത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിളിൻ്റെ പേര്, അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു എക്സ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് എടുക്കേണ്ടത്, ഏത് ലിസ്റ്റിൽ നിന്നാണ് ഞാൻ ആക്ച്വലി ഐറ്റത്തിന് എടുക്കേണ്ടത്, ഇൻ ഫ്രൂട്ട്സ്, റൈറ്റ്, ഇൻ ഫ്രൂട്ട്സ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഫോർ എക്സ് ഇൻ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ അകത്തുള്ള ഓരോ ഐറ്റംസ് വീതം എന്ത് ചെയ്യുന്നു, എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വരികയും ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ പ്രിൻ്റ് ഓഫ് എക്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്ന് ഒന്നാമത്തെ എലമെൻറ്റ് എക്സിലോട്ട് വരുന്നു. അതിനുശേഷം അടുത്ത എലമെൻറ്റ് വരുമോ, ഇല്ല. വളരെയേറെ ശ്രദ്ധിക്കണം. ആദ്യം ഈ ആപ്പിൾ എന്ന് പറയുന്ന എലമെൻറ്റ് എക്സിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്ത്, അതായത് ആ ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത ഐറ്റമായിട്ടുള്ള ഓറഞ്ച് എക്സിലേക്ക് വരിക. അതിനുശേഷം അത് പ്രിൻ്റ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത ഐറ്റമായിട്ടുള്ള മാംഗോ എക്സിലോട്ട് വരുന്നു. ആൻഡ് ദെൻ അത് പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യണം. ആൻഡ് ദെൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹിയർ വി ഗോ. നമുക്ക് അപ്പോൾ റണ്ണിങ് ആയിക്കോട്ടെ. കണ്ടോ, ആപ്പിൾ, ഓറഞ്ച്, മാംഗോ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം അതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഫോർ എക്സ് ഇൻ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നൊരു വേരിയബിളാണ്. അവിടെ എക്സോ വൈയോ നമ്മോ എന്താണെങ്കിലും നമുക്ക് ചേർക്കാൻ പറ്റും. അതൊരു വേരിയബിൾ മാത്രം. കാര്യം ആ വേരിയബിളിലിട്ടായിരിക്കും ഈ ഫ്രൂട്ട്സിൻ്റെ അകത്തുള്ള ഓരോ വാല്യൂസിനെ കൊണ്ടേ വെക്കുക. അതുകൊണ്ടാണ് അവിടെ വേരിയബിൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ചെയ്തേക്കണേ എന്താണ്, ഒരു ലിസ്റ്റാണ്. എവിടെ നിന്നാണോ വാല്യൂവിന് എടുക്കേണ്ടത് ആ ഒരു ലിസ്റ്റിൻ്റെ പേരെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്, വർക്കിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം ഈ ലിസ്റ്റിനകത്തുള്ള ആപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ഐറ്റം എക്സിലേക്ക് വരും. അതിനുശേഷം എന്താ ചെയ്യുന്നത്, നേരെ അതിനുശേഷം അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ വാല്യൂ ആപ്പിൾ എന്ന് പറയുന്ന ഒരു സിംഗിൾ വാല്യൂ എക്സിലോട്ട് വന്നതിന് ശേഷം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ഓഫ് എക്സ് ആണ് ചെയ്യുന്നത്. അതായത് ആ സിംഗിൾ ഐറ്റം വരുമ്പോൾ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഓറഞ്ച് എന്ന് പറയുന്ന ഐറ്റം എക്സിലോട്ട് വരത്തുള്ളൂ. എന്നിട്ട് അത് പ്രിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം മാത്രമേ മാംഗോ എന്ന് പറഞ്ഞ ഐറ്റം എക്സിലോട്ട് വരത്തുള്ളൂ. ആൻഡ് ദെൻ അത് പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്, റൈറ്റ്.
അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഫോർ ലൂപ്പിലുള്ള ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് റേഞ്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫോർ ലൂപ്പിൽ ഏറ്റവും കൂടുതൽ യൂസ് ആക്കുന്ന ഒരു ഫംഗ്ഷൻ കൂടിയാണ്. അതായത് ഇപ്പം നമുക്ക് മനസ്സിലായി കാര്യം, ഒരു ലിസ്റ്റിൻ്റെ അകത്ത് കുറച്ചധികം എലമെൻറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഓരോ എലമെൻറ്റിൻ്റെ വീതം ആക്സസ് ചെയ്തിട്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഓരോ എലമെൻറ്റിന് വീതം ആക്സസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാണ് ഫോർ ലൂപ്പ് ബേസിക് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് എലമെൻറ്റ് എടുക്കുന്നു ആൻഡ് ദെൻ എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ്, റൈറ്റ്. അപ്പോൾ ആ ഒരു വർക്ക് ഫ്ലോ നമുക്ക് മനസ്സിലായി. അപ്പോൾ റേഞ്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ റേഞ്ച് ഓഫ് 5 എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബേസിക്കലി അത് റിട്ടേൺ ചെയ്യുന്നത് 0 തൊട്ട് 4 വരെയുള്ള ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും. അതായത് 0, 1, 2, 3, 4 എന്ന് പറയുന്ന ഐറ്റംസ് ആയിരിക്കും റേഞ്ച് ഓഫ് 5 എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ബേസിക്കലി പ്രിൻ്റ് ആവുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ റേഞ്ച് ഓഫ് 5 വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, 0 തൊട്ട് 4 വരെയുള്ള സംഖ്യകളായിരിക്കും അത് റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ആ ഓരോ സംഖ്യനെ ആക്സസ് ചെയ്യാൻ പാടില്ലേ? പറ്റും, നമുക്ക് ചെയ്യാം. ഫോർ y ഇൻ റേഞ്ച് ഓഫ് 5. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ റേഞ്ച് ഓഫ് 5ൽ എന്താ ഉള്ളത്, റേഞ്ച് ഓഫ് 5ലുള്ളത് 0 to 4 എന്ന് പറയുന്നത് 0, 1, 2, 3, 4 എന്ന് പറയുന്ന ഇത്രയും ഐറ്റംസ് ആ റേഞ്ച് ഓഫ് 5ലുണ്ട്. അതിന് ഓരോന്നിനെയായിരിക്കും ആക്സസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് പ്രിന്റ് ഓഫ് 5 വിളിക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം, റൺ ചെയ്യിക്കാം. അപ്പോൾ ഇവിടെ ഒരു ഫ്രൂട്ട്സിൻ്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കുകയും ആ ലിസ്റ്റിൽ നിന്ന് ഓരോ വാല്യൂസിന് എടുക്കുന്ന പോലെ തന്നെ റേഞ്ച് ഓഫ് 5 വിളിച്ചപ്പോൾ ആ റേഞ്ച് ഓഫ് 5 റിട്ടേൺ ചെയ്യുന്നത് 1 തൊട്ട് 0 തൊട്ട് 4 വരെയുള്ള സംഖ്യകളാണ്. അപ്പോൾ ഓരോ സംഖ്യകളെ വീതം ഇവിടെ ഫ്രൂട്ട്സ് ചെയ്യുന്ന ഐറ്റത്തിനടുത്ത് തൊട്ട് ഈ വൈയിലേക്ക് വരികയും ആദ്യം ഇവിടെ വൈയിലേക്ക് 0 വരും. കാര്യം റിട്ടേൺ ചെയ്യുന്നത് 0, 1, 2, 3, 4 ആണല്ലോ. അപ്പോൾ 0 വരും, അത് പ്രിൻറ്റ് ചെയ്യുന്നു. പിന്നെ എന്ത് വരുന്നു, പിന്നെ 1 വരുന്നു, അത് പ്രിൻറ്റ് ചെയ്യുന്നു. പിന്നെ 2 വരുന്നു, അത് പ്രിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ 4 വരെ എന്നിട്ട് പ്രിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റേഞ്ച് ഓഫ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ റേഞ്ച് ഫംഗ്ഷനിൽ കുറച്ച് അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ റേഞ്ച് ഓഫ് 5 എന്ന് പറയുവാണെങ്കിൽ ബേസിക്കലി എന്താ, 0 തൊട്ട് 4 വരെയുള്ള ഐറ്റംസ് ആയിരിക്കും അതിൻ്റെ അകത്ത് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടാകുക. നമുക്ക് 2 തൊട്ട് 4 വരെയാണ് നമുക്ക് ആ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് വേണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ആ റേഞ്ച് ഫംഗ്ഷൻ നമ്മൾ വിളിക്കുമ്പോൾ 2 തൊട്ട് 5 വരെയാണ് അല്ലെങ്കിൽ 4 വരെയാണ് വേണ്ടതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, വളരെ സിമ്പിളാണ്. നമുക്ക് 2,5 കൊടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 എന്നും അവസാനിക്കുന്നത് 4ലും ആയിരിക്കും. അതായത് 2, 3, 4 എന്ന് പറയുന്ന 3 വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. കണ്ടോ, 3 വാല്യൂസ്. ഇനി ജമ്പ് ചെയ്യാൻ പറ്റും. അതായത് 2 കഴിഞ്ഞിട്ട് എനിക്ക് ഇതിപ്പോൾ 1, 1 അതായത് 1 വീതം ഇൻക്രിമെൻ്റ് ചെയ്തല്ലേ പോകുന്നത്. 2 കഴിഞ്ഞാൽ 3 വന്ന്, 3 കഴിഞ്ഞാൽ 4 വന്ന്, അങ്ങനെയല്ലേ പോകുന്നത്. എനിക്കിനി 2 കഴിഞ്ഞാൽ 4 വരണം. അതായത് 1 ഇൻക്രിമെൻറ്റിന് പകരം 2 ഇൻക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ മൂന്നാമത് നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും, ഇൻക്രിമെൻറ്റ് വാല്യൂ ആയിരിക്കും. മൂന്നാമത് ഞാൻ 2 കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, 2 കഴിഞ്ഞിട്ട് 3 ആകുന്നതിന് പകരം 2 കഴിഞ്ഞിട്ട് 2 ചാടും. അത് 2 + 2 ആകും. 2 കഴിഞ്ഞിട്ട് ഇൻക്രിമെൻറ്റിൽ വരുന്നത് 1 ആയിരിക്കില്ല, 2 ആയിരിക്കും. അപ്പോൾ 2, 4 എന്ന് പറഞ്ഞ 2 വാല്യൂസ് വരും. ഞാനിവിടെ ഒന്ന് 10 ആക്കി കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. 2ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് 2 വീതം ഇൻക്രിമെൻറ്റ് ചെയ്ത് 10ലേക്ക് വരുന്നു. കണ്ടോ, 2, 4, 6, 8. ഇനി 8 ഇൻക്രിമെൻറ്റ് ചെയ്ത് 10 വരുന്നത്. 10 എടുക്കൂല, കാര്യം 10ന് താഴെയുള്ള വരെ എടുക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാര്യം 5 വന്നപ്പോഴും 4 വരെ എടുത്തുള്ളൂ, 5 എടുത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഈ ഫോർ ലൂപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ ചോദിക്കുന്നത്. ബൈ.